വനംവകുപ്പിനെ ഏറെ പ്രതിരോധത്തിലാക്കിയ ഒരു കേസായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാറിലെ കുടപ്പനയിൽ കർഷകനായിട്ടുള്ള പി മത്തായി മരിച്ചത്. വനപാലകരുടെ കസ്റ്റഡിയിൽ തെളിവെടുപ്പിനിടെ ഈ കാണുന്ന ചിറ്റാർ കുടപ്പനയിലെ മത്തായിയുടെ കുടുംബ വീടിനോട് ചേർന്നുള്ള ഈ കിണറ്റിലെ ആണ് മത്തായിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മത്തായിക്കെതിരെ വനംവകുപ്പ് ആരോപിച്ചിരുന്ന ഒരു കുറ്റം എന്നുള്ളത് ടൈഗർ ട്രാപ്പ് ക്യാമറയുടെ മെമ്മറി കാർഡ് മത്തായി മോഷ്ടിച്ചു എന്നുള്ളതായിരുന്നു. അതിനെ തുടർന്ന് മത്തായിയുടെ വീട്ടിലെത്തി അമ്മയുടെ മുന്നിൽ നിന്നും വനപാലകർ മത്തായിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അതിനുശേഷം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നു. വനപാലകർ അന്ന് പറഞ്ഞിരുന്നത് ചോദ്യം ചെയ്യലിനിടെ തൻ്റെ കുടുംബ വീട്ടിൽ ഈ ഒരു മെമ്മറി കാർഡിൻ്റെ മെമ്മറി കാർഡ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മത്തായിയെയും കൊണ്ട് വനപാലക സംഘം ഈ കാണുന്ന ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ഇതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്നതാണ് കുടുംബ വീട്. മത്തായിയുടെ കുടുംബ വീടാണ് ഈ കാണുന്നത്. ഈ കുടുംബ വീട്ടിൽ മത്തായി എത്തിച്ച് പരിശോധന നടത്തിയെങ്കിലും ഈ ടൈഗർ ട്രാപ്പ് ക്യാമറയുടെ മെമ്മറി കാർഡ് കണ്ടെത്താനായില്ല. പിന്നീടും ഇവിടെ വെച്ച് തന്നെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഈ വീടിനോട് ചേർന്നുള്ള പരിസരത്തുള്ള ഈ കിണറ്റിൽ ടൈഗർ ട്രാപ്പ് ക്യാമറയുടെ മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട് എന്ന് മത്തായി മൊഴി നൽകിയെന്നാണ് അന്ന് വനപാലക സംഘം പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേവലം മീറ്ററുകൾ മാത്രം മാറിയുള്ള ഈ കിണറ്റിൻ്റെ പരിസരത്തേക്ക് വനപാലകർ മത്തായിയെ എത്തിക്കുകയും ഇതിനിടയിൽ മത്തായി ഈ കിണറ്റിലേക്ക് എടുത്തു ചാടി എന്നുമാണ് വനപാലകർ അന്ന് പറഞ്ഞിരുന്നത്. ഇതേറെ വിവാദം സൃഷ്ടിച്ചു. പിന്നീട് വലിയ അന്വേഷണങ്ങളൊക്കെ വേണം എന്ന് കുടുംബം ആവശ്യപ്പെട്ടു. മത്തായിയുടെ ഭാര്യ ഉൾപ്പെടെ വലിയ സമരങ്ങളിലേക്കൊക്കെ പോയി. മൃതദേഹം ഏറെ നാൾ റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലായിരുന്നു. കേസന്വേഷണം അതിൻ്റെ വ്യക്തത വരാതെ മൃതദേഹം സംസ്കരിക്കില്ല എന്നൊരു നിലപാടിലേക്ക് കുടുംബം പോവുകയായിരുന്നു. അങ്ങനെ ഒരു മാസത്തിന് ശേഷമാണ് മൃതദേഹം സംസ്കരിച്ചത്. പിന്നീട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ UDF ഉൾപ്പെടെ ഈ ഒരു വിഷയം സമരത്തിന് ആധാരമാക്കി എടുക്കുകയും വലിയ സമരങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. ഒടുവിൽ ഇപ്പോൾ CBI ഈ ഒരു കേസ് പുനരന്വേഷിക്കുകയാണ്. CBIയുടെ സംഘം ഇപ്പോൾ കുടപ്പനയിലെ ഈ ഒരു വീട്ടിലേക്ക് എത്തി അവിടെ കിണറ്റിൻ്റെ ഭാഗത്ത് വിശദമായിട്ടുള്ള പരിശോധന നടത്തി. കിണറിൻ്റെ ഭാഗങ്ങൾ സംബന്ധിച്ചും ഒപ്പം തന്നെ ഇതിൻ്റെ ആഴം, അന്ന് എത്രമാത്രം വെള്ളമുണ്ടായിരുന്നു തുടങ്ങിയ എല്ലാ വിശദാംശങ്ങളും CBI സംഘം ഇവിടെയുള്ള ആളുകളോടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ശരീരത്തിലെ മുറിവുകൾ കിണറിൻ്റെ സാഹചര്യവും കൂടി വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. മുറിവുകൾ കിണറുമ്പോൾ ചാടിയപ്പ് ഉണ്ടായതാണോ അല്ല വീണപ്പ് ഉണ്ടായതാണോ, ഏത് രീതിയിലാണ് മുറിവ് ഉണ്ടായതെന്നുള്ളിടത്തോളം വിലയിരുത്താനാണ് ചെയ്തത്. അപ്പോൾ അത് കിണറിൻ്റെ ഘടന പരിശോധിച്ചാൽ മാത്രമാണ് അത് വീണ സമയത്ത് ഉണ്ടായതാണോ എന്നുള്ളിടത്തോളം വ്യക്തമാവുള്ളൂ. അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നു മാത്രമേ ഉള്ളൂ. ഏതായാലും കുടുംബം ഇപ്പോഴും നീതി കിട്ടണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. തൻ്റെ ഭർത്താവിനെ ഇത്തരത്തിൽ കൊന്നു എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ കൊലപാതകം നടത്തി എന്ന് തന്നെയാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. നീതി കിട്ടണമെന്നുള്ളൊരാവശ്യത്തിൽ തന്നെയാണ് കുടുംബാംഗങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. അറിയണം ഇതെങ്ങനെ മരിച്ചെന്നുള്ളൂ. അവർ കൊണ്ട് കിണറ്റിലിട്ടോ, അല്ല വേറെ ഒന്നുമല്ല. അല്ല അങ്ങനെ അവൻ വന്ന് ചാടത്തില്ല, ഒരിക്കലും ചാടാൻ വഴിയില്ല. വർഷക്കാർ ഉപദ്രവിച്ച് കൊണ്ടിട്ടോ, അല്ലാതെ ഒരു വഴിയില്ല. ഞാൻ വന്ന് കാണുമ്പോൾ അതിനകത്ത് മരിച്ചു കിടക്കുക. ആദ്യം ഇത് കണക്ക് റോഡേ 2-3 പിള്ളേർ പോയി. ആ പിള്ളേരോട് പറഞ്ഞു ഇത് കണക്ക് വർഷക്കാർ ഇവിടുത്തെ കോൺട്രാണ്ട് കിണറ്റി ചത്ത് കിടക്കുന്നു. വർഷക്കാർ പറഞ്ഞു. ഏതായാലും ഇപ്പോൾ CBI സംഘത്തിൻ്റെ ഇവിടെയുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.